ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം എയർപോർട്ടിൽ എത്തുന്നത് വരെയായിരുന്നു നമ്മുടെ വ്ളോഗ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിരുന്നത്. അങ്ങനെ ഫൈനലി ഇന്ന് ഞാൻ അബുദാബിക്ക് പോവുകയാണ് ഒറ്റയ്ക്ക്. ഇത് എൻ്റെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റാണ് കേട്ടോ. ഫ്ലൈറ്റിൽ ഞാൻ ഡൊമസ്റ്റിക്കിൽ ഗുജറാത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനു മുമ്പ് ഒരു തവണ കയറിയിട്ടുണ്ട്. അന്ന് ഫാമിലി എല്ലാം കൂടെ ഞങ്ങളൊരു മാരേജ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോയതായതുകൊണ്ട് ഒരു 10-15 പേര് ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. അപ്പോൾ ഇന്ത്യക്ക് പുറത്ത് പോകുന്നതും ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്നതും ഒക്കെ ആദ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡൊമസ്റ്റിക്കിലെ പോരല്ല, ഒരുപാട് പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഏകദേശം കാര്യങ്ങളൊക്കെ ചേട്ടനും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതും പിന്നെ യൂട്യൂബിലൊക്കെ നോക്കി നേരത്തെ ഫ്ലൈറ്റിൽ കയറിയിട്ടുള്ളവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ നോക്കി കുറച്ച് ധൈര്യമൊക്കെ സംഭരിച്ച് നമ്മളങ്ങനെ ഒറ്റയ്ക്ക് അബുദാബിക്ക് പോകാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. എയർപോർട്ടിൽ മഴയായിരുന്നു കേട്ടോ. നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞല്ലോ നല്ല മഴയായിരുന്നു. അപ്പോൾ എയർപോർട്ടിൽ വന്നപ്പോൾ തന്നെ നമ്മൾ ഇതുപോലെ ഒരു ട്രോളി എടുത്തിട്ട് നമ്മുടെ ബാഗ് അതിലേക്ക് വെക്കുകയാണ്. മൊത്തം 50 കിലോ ഉണ്ട് എനിക്ക്. പെട്ടിയും അതുപോലെ തന്നെ ഒരു കാർഡ്ബോർഡ് ബോക്സ്, പിന്നെ എൻ്റെ ഹാൻഡ് ബാഗിൽ 10 കിലോ കൃത്യമുണ്ട്. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, 10 കിലോ കൃത്യമുണ്ട്. മറ്റേ നമ്മുടെ ബോക്സും പെട്ടിയും കൂടെ 40 കിലോ ഉണ്ട്. അങ്ങനെ മൊത്തം 50 കിലോ ഉണ്ട്. അങ്ങനെ നമ്മൾ ട്രോളിയിലെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം നമ്മുടെ കയറാനുള്ള സ്ഥലം, അതായത് എൻട്രിയിലേക്കാണ് പോകുന്നത്. തിരുവനന്തപുരത്ത് വന്നു കഴിയുമ്പോൾ നമ്മുടെ D1 കേട്ടോ. ഷാർജ, അബുദാബി, അതുപോലെ തന്നെ നമ്മുടെ ദുബായിലേക്കൊക്കെ ഉള്ള ഫ്ലൈറ്റിലേക്ക് നമ്മൾ കയറാൻ വേണ്ടിയിട്ട് എയർപോർട്ടിനകത്തേക്ക് എൻട്രി ചെയ്യുന്നത് നമ്മുടെ D1 എന്നും പറഞ്ഞിട്ട് അങ്ങേ അറ്റത്ത്, അതായത് നമ്മൾ കയറി വരുമ്പോൾ ഫസ്റ്റ് കാണുന്ന ആ ഒരു വഴിയാണ് കേട്ടോ നമ്മൾ അകത്തേക്ക് എൻട്രി ചെയ്യുന്നത്. അപ്പം ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മളൊരു 3 മണിക്കൂർ മുമ്പ് തന്നെ എത്തിയിട്ടുണ്ട്. കാരണം ആദ്യമായിട്ടാണല്ലോ ഫ്ലൈറ്റിൽ കയറുന്നത്, അപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങണം. എല്ലാം അറിയാവുന്നവരാണെങ്കിലും കുറച്ച് എപ്പോഴും ഫ്ലൈറ്റിൽ കയറുമ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങുന്നതാണ് നല്ലത്. കാരണം വെച്ച് കഴിഞ്ഞാൽ വഴിയിൽ ട്രാഫിക്കോ അല്ലെങ്കിൽ അവിടെ വന്നിട്ടുള്ള പ്രൊസീജിയേഴ്സ് പല ഫ്ലൈറ്റിലും പല രീതിയിലായിരിക്കും. അപ്പോൾ ചില ഫ്ലൈറ്റിലൊക്കെ പ്രൊസീജിയേഴ്സൊക്കെ ഫാസ്റ്റായിട്ട് തന്നെ നടക്കും, ചിലതിലൊക്കെ വളരെ സ്ലോ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ കഴിവതും, പ്രത്യേകിച്ചും ആദ്യമായിട്ടൊക്കെ പോകുന്നവർ കഴിവതും നേരത്തെ ഇറങ്ങാനൊക്കെ ശ്രമിക്കുക. ആദ്യമായിട്ട് പോകുന്നവരും ഒറ്റയ്ക്ക് പോകുന്നവരും ഒക്കെ. അപ്പോൾ എനിക്ക് ഫ്ലൈറ്റ് 5:10 കേട്ടോ, വെളുപ്പിന് 5:10. നമ്മളിപ്പോൾ ഇവിടെ ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതാണ് എൻട്രി D1 എന്ന് പറയുന്നത്. ഇതുവഴിയാണ് നമ്മൾ ദുബായ്, ഷാർജ, അബുദാബിക്ക് എല്ലാം ഇതുവഴിയാണ് നമ്മൾ എൻട്രി ചെയ്യുന്നത്. അപ്പോൾ അവിടെ വന്നു. നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി കാര്യങ്ങളൊക്കെ എന്തുവാന്നൊക്കെ ഞാനൊന്ന് ചേട്ടനോട് വിളിച്ച് മനസ്സിലാക്കി. കാരണം അകത്തേക്ക് കയറിയ നെറ്റ് കിട്ടുമോ എന്താണെന്നൊന്നും അറിഞ്ഞുകൂടെ. അകത്ത് ഫ്രീ വൈഫൈ ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അകത്ത് എന്താണെന്ന് അറിഞ്ഞുകൂടല്ലോ. അപ്പോൾ അവിടെ നിന്നിട്ടൊന്ന് വിളിച്ചെല്ലാം ചോദിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എയർപോർട്ടിന് അകത്തേക്ക് കയറുവാണ്. അപ്പോൾ നമ്മുടെ ഹാൻഡ് ബാഗും അതുപോലെ തന്നെ ഒരു സ്ലിംഗ് ബാഗ് പോലത്തെ ഒരു ബാഗ് നമുക്ക് ലേഡീസിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ അകത്തോട്ട് കയറുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിലുള്ള പാസ്പോർട്ട്, അതുപോലെ തന്നെ എയർ ടിക്കറ്റ്, വിസിറ്റ് വിസയിൽ പോകുമ്പോൾ അവർക്ക് കുറേ അധികം പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകേണ്ടതുണ്ട്. അതെല്ലാം നമ്മുടെ ബാഗിൽ നിന്ന് എടുത്ത് നമ്മൾ കയ്യിൽ വെച്ചേക്കണം. കാരണം ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഒരുപാട് സ്ഥലത്ത് നമുക്കത് ചെക്കിങ്ങിന് ചോദിക്കുമ്പോൾ കൊടുക്കേണ്ടതാണ്. ഈ ട്രോളിയൊക്കെ സാധാരണ ഗൾഫിൽ നിന്ന് വരുന്നവരൊക്കെ നൈസായിട്ട് ഇങ്ങനെ ഉന്തിക്കൊണ്ട് വരുന്ന കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വലിയ പാടൊന്നുമില്ലെന്ന്. പക്ഷേ ഈ സാധനം ഉന്തിക്കയറ്റാനും ഉന്തിക്കൊണ്ട് നടക്കാനൊക്കെ നല്ല പാടാണ് കേട്ടോ. കാരണം നമ്മൾ കാണുന്ന പോലല്ല, ഇതിൽ നല്ല ഒന്നാമത്തെ ട്രോളിക്ക് തന്നെ നല്ല കട്ടിയും കനവും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു 40-50 കിലോ വെയിറ്റും കൂടെ ഒക്കെ ആകുമ്പോൾ നല്ല പാടാണ്. പിന്നെ അകത്തേക്കൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ കയറ്റമൊക്കെ വരുന്നിടത്തേ ഉള്ളൂ. പിന്നെ എനിക്കിത് പിടിച്ച ശീലമില്ലാത്തതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിക്കുമ്പോൾ ഇത് അങ്ങോട്ട് ആ സൈഡിലോട്ട് പിടിക്കുമ്പോൾ ഈ സൈഡിലോട്ടൊക്കെ ആയിരുന്നു പോകുന്നത്. പിന്നെ ഒരു തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്തു. നമുക്ക് എന്തായാലും ഇത് വെയിറ്റ് നോക്കുന്ന ആ ഒരു സ്ഥലം വരെ ഇതിനെ പൊക്കിക്കൊണ്ട് നടന്നാൽ മതിയല്ലോ എന്നുള്ളൊരു സമാധാനമായിരുന്നു. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഇവിടാണ് കേട്ടോ, നമ്മുടെ എൻട്രി ചെയ്യുന്ന ഇവിടാണ് നമ്മുടെ ഫസ്റ്റ് ചെക്കിങ് വരുന്നത്. അവർ നമ്മുടെ പാസ്പോർട്ട് അതുപോലെ തന്നെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യും. അവർ വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് അകത്തോട്ട് കയറാനായിട്ട് പറ്റും. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അവർ നോക്കത്തില്ലല്ലോ കേട്ടോ. ഇവിടെ എൻട്രിയിൽ നിൽക്കുന്നിടത്ത് ജസ്റ്റ് ടിക്കറ്റും അതുപോലെ തന്നെ നമ്മുടെ പാസ്പോർട്ട് വെരിഫൈ ചെയ്യും. അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞു. കൈവീച്ച് കടിക്കാനൊന്നും പറ്റത്തില്ല, കാരണം എനിക്ക് ട്രോളി പേടിയുണ്ടായിരുന്നു, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കോണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി. നമ്മൾ ആ വാതിൽ കടന്ന് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ തന്നെ ഒരുപാട് ഫ്ലൈറ്റുകളുടെ എല്ലാം കൗണ്ടറുകൾ ഇങ്ങനെ നമുക്ക് നിരത്തി കാണാം. അപ്പോൾ എയർ അറേബ്യയുടെ ആണെങ്കിൽ നമ്മൾ കയറി വരുന്നതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് എയർ അറേബ്യയുടെ നമ്മുടെ കൗണ്ടർ കാണാം. അപ്പോൾ അവിടെ വന്ന് നമ്മൾ വെയിറ്റ് ചെയ്യുക. ഒരുപാട് ക്യൂ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ക്യൂവിൽ നിൽക്കേണ്ടി വരും. ഇങ്ങനെ ഓരോരുത്തരായിട്ട് അവർ ബാഗേജും കാര്യങ്ങളൊക്കെ വാങ്ങിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഇതുപോലൊരു സ്ലൈഡ് വെച്ചിട്ടില്ലേ, അതിൽ നമ്മുടെ ബാഗ് എടുത്ത് വെച്ച് നമ്മുടെ വെയിറ്റും കാര്യങ്ങളും ഒക്കെ ഓക്കെ ആണെങ്കിൽ അവർ നമുക്ക് അവിടെ നിന്നാണ് ബോർഡിംഗ് പാസ് തരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ വന്നിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ കുറേ ആൾക്കാർ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അവർ മാറിക്കഴിയുമ്പോൾ അവർ നമ്മളെ ഇങ്ങനെ കൈ കാണിച്ച് വിളിക്കും വന്നോളാം. അപ്പോൾ അതുവരെ നമ്മൾ അവിടെ ഈ ഒരു റിബൺ ഇങ്ങനെ കെട്ടിയിട്ടുള്ള അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യണം. എനിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബാഗ്, അതായത് ഹാൻഡ് ബാഗ് കൃത്യമായിരുന്നു, 10 കിലോ കറക്റ്റായിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ലഗേജ്
ഒത്തിരി ഓവർ വെയിറ്റ് ആയിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് നമ്മൾ നോക്കിയപ്പോൾ 40, അതായത് കറക്റ്റ് 40 മുട്ടി നിൽക്കുന്നതായിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് എടുത്തപ്പോൾ വന്നത്. പക്ഷേ ഇവിടെ വന്ന് വെയിറ്റ് നോക്കിയപ്പോൾ എൻ്റെ ലഗേജ് വെയിറ്റ് എന്ന് പറയുന്നത് 45 കിലോ ആയിരുന്നു. 5 കിലോ കൂടുതൽ. ഒരു 1-2 കിലോ ഒക്കെ ആണെങ്കിൽ ചിലർ, എല്ലാവരും എന്ന് പറയുന്നില്ല, ചില ആൾക്കാർ അത് അവരങ്ങ് അലോ ചെയ്ത് തരും. പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളുമായിട്ട് പോകുന്നവരും അങ്ങനെ വിസയിൽ ആദ്യമായിട്ട് പോകുന്ന പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർ അലോ ചെയ്തു. അപ്പോൾ ഞാൻ പേ ചെയ്യാൻ ഓപ്ഷൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു 2 കിലോ ഞങ്ങൾ അലോ ചെയ്യാം, ബാക്കി 3 കിലോയ്ക്ക് പേ ചെയ്തേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ 3 കിലോ മാറ്റി വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ചേട്ടനെ കോൺടാക്ട് ചെയ്തപ്പോൾ പിന്നെ ഒരു പെട്ടി, ഒന്നാമതേ ഞാൻ ചെറിയ ടെൻഷനിലൊക്കെ ആയിരിക്കുമല്ലോ ആദ്യമായിട്ട് വരുന്നത്, അപ്പോൾ അതിൻ്റെ കൂടിനി പെട്ടിയൊക്കെ തുറന്ന് വെറുതെ ടെൻഷൻ ആവണ്ടെന്ന് വെച്ചിട്ട് പേ ചെയ്തോളാൻ പറഞ്ഞു. നല്ല കോസ്റ്റ്ലിയാണ് കേട്ടോ. 1 കിലോയ്ക്ക് 1200 സംതിങ് രൂപ നമ്മൾ അവിടെ പേ ചെയ്യേണ്ടി വരും. പക്ഷേ എൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനകത്തുനിന്ന് ഇനി അതൊന്ന് വെളിയിലെടുത്ത് റാപ്പ് ചെയ്യാമെന്നൊന്നും പറയുന്നതൊന്നും പോസിബിൾ അല്ല. അപ്പോൾ പേ ചെയ്യാമെന്ന് പറയുമ്പോൾ അവർ നമ്മുടെ പാസ്പോർട്ടിൽ ഇതുപോലൊരു സ്ലിപ്പ് ഒട്ടിച്ച് തന്നിട്ട് ഒരു കൗണ്ടർ കാണിക്കും. ആ കൗണ്ടറിൽ പോയിട്ട് ക്യാഷ് അടച്ചിട്ട് വരാൻ പറയും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവർ നമുക്ക് ക്യാഷ് അടച്ചിട്ട് ഇതുപോലെ റെസിപ്റ്റ് തരും കേട്ടോ. എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ പൈസ അടയ്ക്കുന്നതെന്ന് അതിനകത്ത് നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ഇതും കൊണ്ട് നമ്മൾ ഫസ്റ്റ്, അതായത് നമ്മുടെ ലഗേജ് എവിടെയാണോ വെയിറ്റ് നോക്കിയത് ആ കൗണ്ടറിൽ തിരിച്ചു ചെല്ലുമ്പോൾ അവർ നമ്മുടെ ബോർഡിംഗ് പാസ് അവിടെ നിന്ന് തരും. പിന്നെ നമ്മുടെ ഹാൻഡ് ബാഗ് നമ്മുടെ കയ്യിൽ വയ്ക്കാം, അതായത് 10 കിലോ ഉള്ള ആ ബാഗ് നമ്മുടെ കയ്യിൽ കരുതാം. ബാക്കിയുള്ള ലഗേജ് അവർ നേരെ ഫ്ലൈറ്റിലേക്ക് വിട്ടോളും. കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ നമുക്കൊരു എസ്കലേറ്റർ പോലെ കാണാം. അപ്പോൾ അതിൽ കയറി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകുമ്പോൾ അവിടെയാണ് എമിഗ്രേഷനും കസ്റ്റംസ് ക്ലിയറൻസും എല്ലാം നമുക്ക് മുകളിലാണ്. ഈ എസ്കലേറ്റർ കയറി ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് കുറച്ച് മുന്നോട്ട് നടക്കണം. അവിടെ എല്ലാം നമ്മുടെ ഇങ്ങനെ ഈ മെട്രോയിലൊക്കെ കയറാൻ പോകുമ്പം ഇങ്ങനെ ഓരോ പോയിന്റ് വരുമല്ലോ, അവിടെ എല്ലാം നമ്മുടെ ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അവിടെ തൊട്ട് മുന്നിലായിട്ട് നമുക്ക് എമിഗ്രേഷൻ എന്ന് പറഞ്ഞ് കുറേ കൗണ്ടേഴ്സ് കാണാൻ പറ്റും. അതിലേതെങ്കിലും ഒരു കൗണ്ടറിലേക്ക് നമ്മൾ പോകുക. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ വിസ വരുന്ന ആൾക്കാരുണ്ട്, നമ്മളോട് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ അവർ ചോദിക്കും. എല്ലാം മലയാളത്തിലൊക്കെ തന്നെ. അവർ ചിലപ്പോൾ ഇംഗ്ലീഷിലായിരിക്കും ചോദിക്കുന്നത്. നമുക്ക് നമ്മൾ അറിയാവുന്ന ഭാഷയിൽ അവർക്ക് റിപ്ലൈ കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ വിസ പോവുകയാണെങ്കിൽ എന്തിനാണ് പോകുന്നത്, അതുപോലെ നമ്മൾ അവിടെ ചെന്നിട്ട് ആരുടെ കൂടാണ് താമസിക്കാൻ പോകുന്നത്, അതായത് റിലേറ്റീവ്സിൻ്റെ കൂടാണെങ്കിൽ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ കൂടാണെങ്കിൽ അവരുടെ ID പ്രൂഫ് ചോദിക്കും. എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ പാസ്പോർട്ടിൻ്റെ ഒരു കോപ്പിയും കാര്യങ്ങളൊക്കെ എൻ്റെ മൊബൈലിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണിക്കാൻ അവർ പറയും. അത് കാണിക്കണം. നമ്മൾ എന്തെങ്കിലും, അതായത് നമ്മളെ ആരുടെ അടുത്താണോ നമ്മൾ അവിടെ ചെന്ന് താമസിക്കാൻ പോകുന്നത് അവരുടെ എന്തെങ്കിലും ഒരു ID നമ്മൾ എപ്പോഴും കയ്യിൽ വെച്ചിരിക്കണം. അപ്പോൾ അവിടെ നിന്ന് എമിഗ്രേഷനും കസ്റ്റംസ് ക്ലിയറൻസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇനി നേരെ ഗേറ്റിലേക്ക് പോകാം. നമ്മുടെ ഓരോ ഗേറ്റ്, അതായത് ഓരോ ഫ്ലൈറ്റിനും ഓരോരോ ഗേറ്റ് അവർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മുടെ ബോർഡിംഗ് പാസിൽ അതിൽ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കും ഏത് ഗേറ്റിലാണെന്ന്. അപ്പോൾ എമിഗ്രേഷനും കസ്റ്റംസ് ക്ലിയറൻസും ഒക്കെ കഴിഞ്ഞ് മുന്നിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഇഷ്ടംപോലെ ഗ്രൗണ്ട് സ്റ്റാഫ് ഉണ്ടായിരിക്കും. നമുക്ക് അവരോട് ചോദിക്കാം. അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിലും ഇങ്ങനെ ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും, ഇന്ന ഗേറ്റിലേക്ക് പോകുന്നത് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതേ ഒരു യെല്ലോ കളറിൽ ബോർഡ് കാണുന്നില്ലേ, അത് ഓരോരോ ഗേറ്റ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ മുന്നിലായിട്ട് നമുക്ക് ഇരിക്കാനുള്ള സ്ഥലവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ ഒരുപാട് നേരത്തെ ചെല്ലുമ്പോൾ അവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഗേറ്റിൽ അവർ അനൗൺസ് ചെയ്യുന്ന സമയത്ത് മാത്രം നമ്മൾ ആ ഗേറ്റിൻ്റെ അടുത്തേക്ക് ചെന്നാൽ മതി. അവിടെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ചെയറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഇരിക്കാം. പിന്നീട് ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗേറ്റ് എപ്പോൾ വേണമെങ്കിലും അവർ ചേഞ്ച് ചെയ്യാം. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും. കാരണം ഒരു ഗേറ്റ് അവർ ബോർഡിംഗ് പാസിൽ അടിച്ചു തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ നമുക്ക് ഫ്ലൈറ്റ് കയറണമെന്നില്ല. ഏത് നിമിഷവും വേണമെങ്കിൽ അവർക്ക് നമുക്ക് ചേഞ്ച് ചെയ്ത് തരാൻ പറ്റും. എനിക്കാണെങ്കിൽ 6 ആയിരുന്നു അവർ ഗേറ്റ് ബോർഡിംഗ് പാസിൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഗേറ്റ് 5 ആയിട്ട് അവർ പിന്നീട് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അനൗൺസ്മെൻറ്റുകൾ വരും. അതുപോലെ തന്നെ എല്ലായിടത്തും സ്ക്രീൻ വെച്ചിട്ടുണ്ട്. ആ സ്ക്രീനിൽ നമ്മുടെ ഗേറ്റ് ചേഞ്ച് ചെയ്യുന്നതൊക്കെ കാണിക്കും. അപ്പോൾ ഏകദേശം ഒരു 5 മണിയൊക്കെ ആവാറായപ്പോൾ നമ്മുടെ ഫ്ലൈറ്റിലേക്ക് എൻട്രി ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ക്യൂ നിന്നു. നമ്മുടെ ഫ്രണ്ടിൽ ഒരു ഗ്രൗണ്ട് സ്റ്റാഫ് നിന്നിട്ട് നമ്മുടെ ടിക്കറ്റും കാര്യങ്ങളും എല്ലാം അവരും വാങ്ങിച്ച് ചെക്ക് ചെയ്തിട്ട് നമ്മളുടെ ഗേറ്റ് ഏത് വഴിയാണ് എൻട്രി ചെയ്യേണ്ടതെന്ന് പറയും. അവർ പറയുന്ന കറക്റ്റ് വഴി തന്നെ നമ്മൾ കയറി പോവുക. കാരണം ചെറിയ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ പോലും നമ്മുടെ ഗേറ്റ് മാറിപ്പോവും. അങ്ങനെ ഒരു സാധ്യതയില്ല. എങ്കിൽ പോലും നമ്മൾ ഇപ്പം ഞങ്ങളുടെ കേസ് വന്നപ്പോൾ അബുദാബി ഫ്ലൈറ്റിലും ദുബായ് ഫ്ലൈറ്റും എല്ലാം ഒരുമിച്ച് ബോർഡ് ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കണ്ടില്ലേ, ജസ്റ്റ് ഗ്ലാസിൻ്റെ അപ്പുറത്തോട്ടുള്ളത് ഷാർജ ഫ്ലൈറ്റിൻ്റെ ആൾക്കാർ. അപ്പം നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു വഴി തന്നെ ഫോളോ ചെയ്ത് പോവുക. ഞങ്ങളുടെ ഫ്ലൈറ്റ് കുറേ ദൂരെയാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ടണൽ വഴി വന്നിട്ട് നമുക്കൊരു ബസ്സിൽ കയറിയിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ ഗേറ്റ് 5 ആണ്. അപ്പോൾ ഓരോ സ്ഥലത്തേക്കും ആരോ മാർക്ക് വരും. ചിലപ്പോൾ ഈ ഒരു വഴി തന്നെ വന്നിട്ട് ഇതുപോലെ കുറച്ച് മുന്നിലേക്ക് വരുമ്പോൾ 2 സൈഡിലേക്ക് അതായത് ആരോ കൊടുത്തിരിക്കും. 4 ലെഫ്റ്റ് 5 റൈറ്റ് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് നോക്കി നമുക്ക് നടന്നാൽ മതി. അങ്ങനെ നമ്മളൊരു ടണലിലൂടെ നേരെ നടന്ന് താഴേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ ഒരു ബസ് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ ബസ്സിൽ നമ്മൾ കയറുക. ആ ബസ് വിട്ടു പോയെന്ന് വിചാരിച്ച് നമ്മൾ വെപ്രാളം പിടിക്കുക അങ്ങനെയുള്ള കാര്യമൊന്നും വേണ്ട. അത് വിട്ടു പോയി കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ തന്നെ അടുത്ത ബസ് വരും. നമ്മളത് കറക്റ്റായിട്ട് അവിടെ കൊണ്ട് എത്തിക്കും.
അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് വന്നിട്ടാണെങ്കിൽ തീരുന്നിടത്ത് തന്നെ നമ്മുടെ ബസ് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി നമ്മുടെ ഫ്ലൈറ്റിനടുത്തേക്ക് പോവാണ്. അപ്പോൾ ഇഷ്ടംപോലെ ഫ്ലൈറ്റ് നമ്മുടെ എയർ അറേബ്യയുടെ തന്നെ ഒരുപാട് ഫ്ലൈറ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ബസ് നമ്മൾ കറക്റ്റ് അതിനകത്തൊരു ഗ്രൗണ്ട് സ്റ്റാഫും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റ് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ അടുത്ത് കൊണ്ട് നിർത്തും. അപ്പോൾ നമ്മൾ ഇത്തിരി ടെൻഷൻ ആവുമൊന്നും വേണ്ട കേട്ടോ. നമ്മുടെ എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ഫ്ലൈറ്റ് കിടക്കുന്നതെങ്കിൽ ഈ കാണുന്നില്ല, ഇതുപോലെ നമ്മൾ ആ ഒരു ടണലിലൂടെ നടന്നു വന്ന് നേരെ ഫ്ലൈറ്റിലേക്ക് കയറിയാൽ മതി. ഒരുപാട് ദൂരെയാണ് കിടക്കുന്നതെങ്കിൽ മാത്രമേ ഇതുപോലൊരു ബസ്സിൽ കയറി ട്രാവൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ഫ്ലൈറ്റിലും നമുക്ക് ഈ ഒരു ബസ്സിൻ്റെ ആവശ്യമില്ല. അതുപോലെ ഈ ഫ്ലൈറ്റ് പോലെ നമുക്ക് അടുത്താണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അതിലേക്ക് കയറാം. ദൂരെയാണെങ്കിൽ മാത്രമേ ബസ്സിൻ്റെ ആവശ്യമുള്ളൂ. അത് അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും. അങ്ങനെ നമ്മുടെ ബസ് ഫ്ലൈറ്റിനടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫ്ലൈറ്റിലേക്ക് കയറണം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി ചെല്ലുന്ന സ്ഥലത്ത് തന്നെ, അതായത് നമ്മൾ ഈ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഫ്രണ്ടിൽ ഒരു ഗ്രൗണ്ട് സ്റ്റാഫ് നിൽക്കുന്നുണ്ടായിരിക്കും. അവർ ചോദിക്കുക ഏത് ഫ്ലൈറ്റിലേക്കാണെന്ന്. ചിലപ്പം 2 ഫ്ലൈറ്റ് അടുത്തടുത്തുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്ലൈറ്റിലെ ആൾക്കാരും ചിലപ്പോൾ ഈ ബസ്സിൽ കണ്ടെന്നിരിക്കും. അതുകൊണ്ട് അവർ ഇറങ്ങുന്ന സമയത്ത് തന്നെ ടിക്കറ്റ് ചോദിച്ച് എന്നിട്ട് അവർ നമുക്ക് കറക്റ്റായിട്ടുള്ള ഡയറക്ഷൻ ഈ ഫ്ലൈറ്റ് ആണെങ്കിൽ ഇങ്ങനെ കൈ കാണിച്ച് ഇതിലേക്കാണെന്ന് പറഞ്ഞ് നമ്മളെ വിടും. അങ്ങനെ നമുക്ക് നേരെ ഇനി അങ്ങോട്ട് ഫ്ലൈറ്റിലേക്ക് കയറാം. അപ്പോൾ നമുക്കെന്താ, നമ്മുടെ ടണൽ വഴിയാണെങ്കിൽ നമ്മൾ നേരെ വന്ന് ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. ഇത് പിന്നെ നമ്മുടെ ഒരു സ്റ്റെപ്പ് പോലൊരു സംഭവം അവർ താൽക്കാലികമായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതുവഴി വേണം നമുക്ക് മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ കയറുന്ന സ്ഥലത്തും ഇതുപോലെ നമ്മുടെ ഗ്രൗണ്ട് സ്റ്റാഫ് നിൽക്കുന്നുണ്ടായിരിക്കും. അവർ നമ്മുടെ ടിക്കറ്റ് ചെക്ക് ചെയ്യും. നമ്മുടെ ടിക്കറ്റും ചെക്ക് ചെയ്യും, നമ്മുടെ പാസ്പോർട്ടും ചെക്ക് ചെയ്യും. ഈ നിൽക്കുന്ന പുള്ളിയാണ് കേട്ടോ ചെക്ക് ചെയ്യുന്നത്. ചെക്ക് ചെയ്തിട്ട് അവർ നേരെ നമ്മളെ ഫ്ലൈറ്റിലേക്ക് കയറ്റി വിടും. അപ്പം നമുക്ക് നേരെ ഇനി ഫ്ലൈറ്റിലേക്ക് കയറാം. ഫ്ലൈറ്റിലേക്ക് കയറുമ്പോൾ നമ്മൾ കയറി ചെല്ലുന്ന സ്ഥലത്ത് തന്നെ അവരുടെ ഒരു സ്റ്റാഫ് നിൽക്കുന്നുണ്ടായിരിക്കും. അവരുടെ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സീറ്റ് ഏത് പൊസിഷനിലാണ് എവിടെയാണ് വരുന്നതെന്ന് അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും. ഫ്ലൈറ്റിലെ സീറ്റ് നമുക്ക് വരുന്ന A to F ആണ് കേട്ടോ. A സീറ്റും അതുപോലെ F സീറ്റുമാണ് നമുക്ക് വിൻഡോ സീറ്റ് വരുന്നത്. എൻ്റെ 11A ആയിരുന്നു. 11A എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം അല്ല, കറക്റ്റ് നമ്മുടെ എമർജൻസി എക്സിറ്റിൻ്റെ അവിടുത്തെ സീറ്റ് ആയിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. Aയും Fും വിൻഡോ സീറ്റ് വരുന്നതിൽ A ലെഫ്റ്റ് സൈഡിലെ വിൻഡോ സീറ്റും F റൈറ്റ് സൈഡിലെ വിൻഡോ സീറ്റും ആയിരിക്കും. അതൊക്കെ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും വിൻഡോ സീറ്റൊക്കെ. അങ്ങനെ നമ്മുടെ ലഗേജ് ഒക്കെ മുകളിൽ വെക്കാൻ പറ്റും. മുകളിൽ വെക്കാൻ നമുക്ക് പാടുണ്ടെങ്കിൽ അവിടുത്തെ ക്രൂവിനോട് നമുക്ക് ഹെൽപ്പ് വെച്ചാൽ മതി. അവരതെടുത്ത് എടുത്ത് വെച്ച് തരും. നമുക്ക് ഫ്ലൈറ്റിലെ വാഷ്റൂം ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് ഫ്ലൈറ്റിലെ വാഷ്റൂം. നമ്മൾ ജസ്റ്റ് കയറുക. അധിക സ്ഥലവും കാര്യങ്ങളും ഒന്നുമില്ല. ജസ്റ്റ് നമുക്കൊന്ന് നിൽക്കാൻ മാത്രമുള്ള സ്ഥലമേ അകത്തുണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ക്ലോസറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് യൂസ് ചെയ്തതിന് ശേഷം സൈഡിലായിട്ട് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഫ്ലഷ് അമർത്തുക. ഫ്ലഷ് അമർത്തുമ്പോൾ നമ്മുടെ എയർ വഴിയാണ് നമ്മുടെ വേസ്റ്റും കാര്യങ്ങളും ഒക്കെ പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ശബ്ദം വരും. പേടിക്കൊന്നും വേണ്ട. ജസ്റ്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ നടന്നോളൂ. നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഫ്ലഷ് ചെയ്യാൻ നമ്മൾ ഒരിക്കലും മറക്കരുത്. നമ്മുടെ പബ്ലിക് സർവീസുകളൊക്കെ വൃത്തിയായി സൂക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെയും കൂടെ കടമയാണ്. പിന്നെ കൈ കഴുകാനും കാര്യങ്ങൾക്കൊക്കെ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ ഫ്ലൈറ്റിൽ. അങ്ങനെ നമ്മൾ ഇതൊരു മുകളിലോട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുന്നത് ഒരു തരം പൈപ്പാണ് കേട്ടോ. അതിലിങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കയ്യിൽ വാഷ് ചെയ്യാം. തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും. താഴെ ആ സൈഡിലായിട്ട് കാണുന്നത് നമ്മുടെ ടോയ്ലറ്റ് പേപ്പേഴ്സ് ആണ് കേട്ടോ. അവിടെ അല്ല, നമ്മുടെ ഈ ഹാൻഡ് വാഷ് ചെയ്യുന്നതിൻ്റെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പേഴ്സൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. അത് അതായത് നമ്മുടെ കൈയൊക്കെ തുടച്ചതിന് ശേഷം ഇതുപോലൊരു വേസ്റ്റ് ബിൻ കാണും അതിനകത്ത്. കറക്റ്റായിട്ട് നമുക്ക് അതിനകത്ത് തന്നെ ഇടുക. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് സമയത്ത് ലാൻഡിങ് സമയത്ത് ഒഴികെ ബാക്കി ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പറ്റും. എങ്കിലും വിൻഡോ സീറ്റൊക്കെ ആയിരിക്കുമ്പോൾ പിന്നെ നമ്മൾ ഇടയ്ക്ക് എല്ലാവരും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് കയറിയപ്പോൾ തന്നെ വാഷ്റൂമിലൊക്കെ പോയിട്ട് വന്നിരുന്നു. അങ്ങനെ ഫ്ലൈറ്റിൽ നമ്മുടെ സീറ്റിൽ ഇരുന്നു. ഇനി ബെൽറ്റ് ഇടാനാണ്. അപ്പോൾ ബെൽറ്റ് ഇടുമ്പോൾ ജസ്റ്റ് വലിയ കോംപ്ലിക്കേഷനും കാര്യങ്ങളും ഒന്നുമില്ല. ജസ്റ്റ് നമ്മുടെ 2 സൈഡിൽ നിന്ന് ബെൽറ്റ് എടുത്തിട്ട് ഇതിനകത്തോട്ട് ഇങ്ങനെ ഈ സൈഡാണ് കേട്ടോ, ഇപ്പുറത്തെ ഈ ഒരു സൈഡ് അതിനകത്തോട്ട് കയറ്റി പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബെൽറ്റ് സെക്യൂർഡായിട്ടിരിക്കും. പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ എല്ലാ ഇൻസ്ട്രക്ഷൻസും വെച്ചിട്ടുള്ളൊരു ബുക്ക് പോലൊരു കാര്യങ്ങളുണ്ടായിരിക്കും. അതിനകത്ത് കൃത്യമായിട്ട് നമ്മുടെ ബെൽറ്റ് ഇടുന്നത് എങ്ങനെയാണെന്നും അതിൽ അൺലോക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ എമർജൻസി ലാൻഡിങ് സമയത്ത് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ അതിനകത്ത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഹാൻഡ് ബാഗ് മുകളിലേക്ക് വെക്കുന്ന സമയത്ത് നമുക്ക് പാടണമെങ്കിൽ നേരത്തെ പറഞ്ഞല്ലോ, ക്യാബിൻ ക്രൂവിനെ വിളിച്ചാൽ മതി, അവരത് വെച്ചോളും. പിന്നെ നമ്മളത് ലോക്ക് ചെയ്യുമൊന്നും വേണ്ട, അതൊക്കെ ലോക്ക് ചെയ്യുന്നത് അവർ തന്നെയാണ്. എല്ലാ ബാഗും വെച്ച് കഴിയുമ്പോൾ അവർ തന്നെ അത് ലോക്ക് ചെയ്തോളും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അതായത് ബെൽറ്റ് ഇടാനെ കൊണ്ട് ഇതൊന്നും വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ ക്യാബിൻ ക്രൂ തന്നെ അവർ കാണിച്ചു തരും എങ്ങനെയാണ് ഇടേണ്ടതെന്നും അൺലോക്ക് ചെയ്യേണ്ടതെന്നും ഒക്കെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓക്സിജൻ മാസ്ക് ഉണ്ട്. എന്തെങ്കിലും ശ്വാസതടസ്സമോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ക്യാബിൻ ക്രൂ അതെല്ലാം കാണിച്ചു തരും.
അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്ലൈറ്റിലെ ലൈറ്റ്സ് എല്ലാം ഓഫ് ചെയ്യും. അതുപോലെ തന്നെ എല്ലാ വിൻഡോസും ഓപ്പൺ ചെയ്ത് വെക്കണം. ഒരു വിൻഡോ പോലും അവർ ക്ലോസ് ചെയ്ത് വിൻഡോ ഇരിക്കാൻ സമ്മതിക്കത്തില്ല. ചിലർ നമ്മുടെ പകുതി അടച്ചിട്ട് അതിനകത്ത് ഫോണൊക്കെ വെക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതൊന്നും അവർ സമ്മതിക്കത്തില്ല. എല്ലാ വിൻഡോസും ഓപ്പൺ ആണെന്ന് സ്റ്റാഫ് ഉറപ്പ് വരുത്തും. നമുക്ക് ടേക്ക് ഓഫ് സമയത്ത് ലാൻഡിങ് സമയത്ത് മാത്രമേ സീറ്റ് ബെൽറ്റ് നിർബന്ധമുള്ളൂ. ടേക്ക് ഓഫ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് റിമൂവ് ചെയ്യാം. പിന്നെ ലാൻഡിങ്ങിന് തൊട്ട് മുമ്പ് അവർ അനൗൺസ് ചെയ്യും സീറ്റ് ബെൽറ്റ് ഇടാനെ കൊണ്ട്. അങ്ങനെ അനൗൺസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇട്ടാൽ മതി. അല്ലാതെ നമ്മുടെ കാറിലൊക്കെ ഇരിക്കുന്ന പോലെ ഫുൾ ടൈം ഫ്ലൈറ്റിൽ സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് ഇരിക്കേണ്ട നിർബന്ധവും കാര്യങ്ങളും ഒന്നുമില്ല. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫ്ലൈറ്റ് പെട്ടെന്ന് അങ്ങ് എടുക്കുകയല്ല, ഒരു ചെറിയതായിട്ട് കുറച്ച്, അതായത് നമ്മുടെ റൺവേ എത്ര ഏരിയ ഉണ്ട് അതൊന്ന്, അതായത് നമ്മുടെ ഒരു റൺവേ കൃത്യം ഇതിനൊരു പോയിന്റ് ഉണ്ട് നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യേണ്ടത്. ആ ഒരു ഏരിയ എത്തുന്നവരെ ചെറുതായിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഫ്ലൈറ്റിൽ കയറിയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ, ആദ്യമായിട്ടൊക്കെ കയറാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. രാത്രിയിൽ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഒരു ഈ വഴിയെല്ലാം ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലാൻഡിങ് സമയത്തും ടേക്ക് ഓഫ് സമയത്തും നല്ല പോലെ ഈ ഫ്ലൈറ്റ് എടുത്തടിച്ച് നല്ല സൗണ്ടും കാര്യങ്ങളും ഒക്കെ വരും. അപ്പോൾ അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ലാൻഡിങ് സമയത്തും ടേക്ക് ഓഫ് സമയത്തും നോർമലായിട്ട് ഉണ്ടാകുന്നൊരു സൗണ്ടാണ്. ഓരോ എയർപോർട്ടുകളിലും ചിലപ്പോൾ വ്യത്യാസവും കാണും. കാരണം ചില സ്ഥലങ്ങളിൽ ഭയങ്കരമായിട്ട് നമുക്ക് എന്തോ ഒരു അപകടം തോന്നുന്ന രീതിയിൽ ഈ ഫ്ലൈറ്റ് എടുത്തടിക്കും. അതൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നോർമലായിട്ട് എനിക്ക് തോന്നുന്നു ടേക്ക് ഓഫിനേക്കാൾ കൂടുതൽ ലാൻഡിങ് സമയത്താണ് നമ്മൾ വല്ലാതെ കിടന്ന് കുലുങ്ങുന്നത്. അപ്പോൾ അതൊക്കെ ആ സമയത്തൊക്കെ അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഉറപ്പായിട്ടും സീറ്റ് ബെൽറ്റ് നിർബന്ധമായിട്ട് ഇട്ടിരിക്കുന്നത്. അത് ഇടുന്നത് നമുക്ക് കുഴപ്പമൊന്നുമില്ല, കാരണം അതിനെ ബോദർ ചെയ്യേണ്ട കാര്യമില്ല. എല്ലാവരെ കൊണ്ട് അവർ നിർബന്ധമായിട്ട് തന്നെ സീറ്റ് ബെൽറ്റ് ഇടിപ്പിക്കും. അപ്പോൾ ഇനി നമുക്ക് ടേക്ക് ഓഫ് ആണ്. അപ്പോൾ അതൊരു അതിൻ്റേതായ സൗണ്ടിൽ തന്നെ കേൾപ്പിക്കാം, ഒരു എഫക്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. എനിക്ക് നേരത്തെ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് നമ്മുടെ ഈ ലാൻഡിങ്ങും ടേക്ക് ഓഫും ഒക്കെ ആ ഒരു ഫ്ലൈറ്റിൻ്റെ സൗണ്ടിൽ തന്നെ കേൾക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കേൾക്കാൻ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ നോർമൽ സൗണ്ടിൽ തന്നെ നമ്മുടെ ടേക്ക് ഓഫും ലാൻഡിങ്ങും ഒക്കെ കാണിക്കുക. അപ്പം ഞാൻ എൻ്റെ വാചകോടെ തൽക്കാലത്തേക്കൊന്ന് നിർത്താം. الكرام، صلى الله عليه وسلم كل خير تحتسبكم من الفور فتفتوكم يرافقكم من كل جسر أمينة ومطهرة بما في ذلك دورات مياه مزودة بأجهزة إنذار كاشفة للدخان. توفر لنا المقاعد الشاغرة في الصفوف الأمامية للشراء. إذا كنت ترغب إلى أحد هذه المقاعد يرجى التحدث إلى حرف الرقم. അങ്ങനെ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് നമ്മുടെ ഫ്ലൈറ്റ് എയർ അറേബ്യ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. അപ്പോൾ കുറച്ച് മൂവ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ പിന്നീട് ഫുൾ കടലിന് മുകളിലോട്ടാണ് കേട്ടോ പോകുന്നത്. രാത്രി ആയതുകൊണ്ട് തന്നെ ആ കരയിൽ നിന്ന് കടലിലേക്ക് കയറുന്ന ആ ഒരു വിഷ്വലൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കയറി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫുഡ് നമുക്ക് ഫ്ലൈറ്റിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഓൺ ടൈമിൽ നമുക്ക് പൈസ കൊടുത്തിട്ട് അവരുടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും. അതിന് ടിക്കറ്റിൻ്റെ കൂടെ തന്നെ ഫുഡ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ദേഹം നമുക്ക് കൊണ്ടു തന്നു. അവിടെ കുറച്ച് നേരം വെച്ചിരുന്നു, കാരണം അപ്പോൾ ഫുഡ് കഴിക്കാനുള്ളൊരു മൂഡൊന്നും എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് നല്ല പുറത്തേക്ക് നോക്കിക്കൊണ്ട് വന്നപ്പോൾ താഴെ നമുക്ക് കാണുന്നത് കടലാണ് കേട്ടോ. ചെറുതായിട്ട് മേഘങ്ങൾ കാണുന്നുണ്ട്, അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമ്മൾ കാണുന്നത് കടലാണ്, നമ്മുടെ അറബിക്കടൽ. അങ്ങനെ ഫുഡ് വന്നിട്ടുണ്ട്. ഒരു കുറച്ച് കഴിഞ്ഞപ്പം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നമ്മുടെ ബിരിയാണി എങ്ങനെ കഴിക്കുമെന്നൊക്കെ. പക്ഷേ നമുക്ക് വലിയ കൺഫ്യൂഷൻ്റെ കാര്യമൊന്നുമില്ല. നമ്മുടെ നോർമൽ ബിരിയാണി പോലെയല്ല, നമ്മുടെ ഈ പീസുകളൊക്കെ ഇല്ല, നമ്മുടെ ചിക്കൻ പീസൊക്കെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കത് സ്പൂൺ വെച്ച് കോരി കഴിക്കാമെന്നുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ
നമുക്ക് 1-2 സാധനങ്ങൾ തന്നിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്ന് എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ, ഞാനിത് കഴിച്ചില്ല, അതുകൊണ്ട് അറിഞ്ഞുകൂടാ അത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബിരിയാണി. പിന്നെ അതിൻ്റെ കൂടെ ഒരു ക്രീം കേക്ക്, പിന്നെ വേറെ എന്തോ ഒരു സാധനം, പിന്നെ ഒരു ബണ്ണും ഒരു വെള്ളവും. ഇത്രയാണ് കേട്ടോ നമ്മുടെ ഫുഡ്. അങ്ങനെ ബിരിയാണി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. വലിയ ഗുണമൊന്നുമില്ല. പിന്നെ ഫ്ലൈറ്റിലെ ഫുഡെല്ലാം അങ്ങനെ ആയിരിക്കും, ഒരു ആവറേജ് ടേസ്റ്റൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാവൂ. വലിയ ടേസ്റ്റും കാര്യങ്ങളും ഒന്നും കാണില്ല. അങ്ങനെ ഫുഡ് കഴിച്ചു. ബിരിയാണി വലിയ മോശമെന്ന് പറയാനൊന്നുമില്ല കേട്ടോ. ചില ഫ്ലൈറ്റിലേക്ക് ഇങ്ങനെ റിവ്യൂ ഒക്കെ ഓരോരുത്തർ പറയുന്നത് കേട്ടുകൊണ്ട് വലിയ ചവറായിരുന്നു എന്ന്. അങ്ങനെ വലിയ ചവറായിട്ട് തോന്നിയില്ല. പിന്നെ ഈ ഒരു കേക്ക്, ഇതൊരു കിഡിലനായിട്ട് വരുന്നത് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു കൂട്ടത്തിൽ ഈ കേക്കായിരുന്നു. നല്ല ഒരു ക്രീം കേക്ക്, ഒരു നല്ലൊരു ഫ്ലേവറുള്ള ഒരു ക്രീം കേക്കായിരുന്നു. അത് ഞാൻ മൊത്തം കഴിച്ചു കേട്ടോ. അത് സത്യം പറഞ്ഞാൽ ബിരിയാണിയേക്കാൾ കൂടുതൽ വയറ് നിറഞ്ഞതായിരുന്നു. പിന്നെ അതേ ഈ ഒരു ഐറ്റം എൻ്റെ ജീവിതത്തിൽ ഞാൻ ജനിച്ച് ഈ ഒരു 27 വർഷത്തിനിടയ്ക്ക് ഞാൻ ഇതുപോലത്തെ വൃത്തികെട്ട ഒരു സാധനം എൻ്റെ ജീവിതത്തിൽ കഴിച്ചു. വായിലോട്ട് വെച്ചതേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ ശരിക്കും ഓക്കാനിച്ചു. ഫ്രണ്ടിലേക്ക് വന്നു. പിന്നെ അത് തുപ്പാൻ പറ്റാത്തത് കൊണ്ട് ഞാനത് തിരിച്ചങ്ങ് ഇറക്കി. കാരണം അത് കഴിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ അത് എന്താണ് സാധനമെന്ന് അറിഞ്ഞുകൂടാ. ഇതിൻ്റെ സാധനം, അതായത് ഈ സാധനത്തിൻ്റെ പേരറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സാധനം എന്താണെന്നൊന്ന് പറയണം. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് യൂട്യൂബിൽ വല്ല നിന്ന് കയറി തപ്പാനാണ്. കാരണം ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ഈ ഇൻഗ്രീഡിയൻസ് എന്താണ്, ഈ വൃത്തികെട്ട രുചിക്ക് പിന്നിലെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് കേട്ടോ എൻ്റെ ജീവിതത്തിൽ ഇതുപോലത്തെ അതുപോലെ തന്നെ നമ്മൾ സാധാരണപ്പെട്ട മനുഷ്യർക്കൊന്നും അത് കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വെറും ചവറെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വായി വെച്ചാൽ ഓക്കാനിക്കും, ഉറപ്പായിട്ട് ഓക്കാനിക്കും. അതുപോലത്തെ ഒരു വൃത്തിയുടെ ടേസ്റ്റ്. ഞാൻ ഐസ്ക്രീം ആണെന്ന് വിചാരിച്ചാണ് അത് പെട്ടെന്ന് വലിച്ചു കയറ്റിയത്, പക്ഷേ പണി വാളിപ്പോയി. അങ്ങനെ 4 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ അറബി നാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കാണുന്നത്, അതായത് കരയിൽ നിന്ന് കടലിലേക്ക് കയറുന്നത് കാണാൻ പറ്റിയില്ലെങ്കിലും കടലിൽ നിന്ന് കരയിലേക്ക് കയറുന്ന എന്തായാലും കാണിക്കാൻ പറ്റി. അപ്പോൾ അങ്ങനെ നമ്മൾ അറബിക്കടലിന് മുകളിലൂടെ അറബി നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു തിരുവനന്തപുരം സിറ്റിയോട് ചേർന്നാണല്ലോ കടൽ. അപ്പോൾ അതുപോലെ തന്നെ ഒരു നമ്മുടെ ദുബായ് അല്ലെങ്കിൽ അബുദാബി പോലത്തെ ഒരു സിറ്റിയോട് ചേർന്നായിരിക്കും നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നതെന്നാണ്. പക്ഷേ അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. നമ്മുടെ ഈ കടലെന്ന് പറയുന്നത് ഏതോ ഒരു മരുഭൂമിയുടെ എങ്ങോ അറ്റത്താണ്. നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ കാണാം. അവിടെ എങ്ങും ആ കെട്ടിടങ്ങളോ കാര്യങ്ങളോ മനുഷ്യനോ ഒന്നുമില്ല. ഏതോ ഒരു കടൽ ഏതോ ഒരു കരയെ തൊടുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ഇവിടുന്ന് നമ്മൾ ഏകദേശം ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറോളം ട്രാവൽ ചെയ്തിട്ടാണ് നമ്മളൊരു മനുഷ്യവാസമൊക്കെ ഉള്ള സ്ഥലത്ത് എത്തുന്നത്. ഇത് നമുക്കൊരു ബീച്ചായിട്ടൊന്നും പറയാൻ പറ്റില്ല. ഏതോ ഒരു സ്ഥലം മുഴുവൻ മരുഭൂമിയാണ് കേട്ടോ. അവിടെ ഒന്നുമില്ല. അതായത് മനുഷ്യനോ അല്ലെങ്കിൽ ഒരു മരുഭൂമിയിൽ അങ്ങനെ ചെറിയ ചെറിയ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച മരുഭൂമിയിൽ ഒന്നും ഉണ്ടാവില്ല. ഇടയ്ക്കൊക്കെ ചെറിയ പച്ചപ്പൊക്കെ കാണാനൊക്കെ പറ്റും. അപ്പോൾ ഫുൾ മരുഭൂമിയാണ്. അപ്പോൾ ഏതോ ഒരു കടൽ തീരത്ത് നമ്മൾ വന്ന് കയറിയിട്ടുണ്ട്. അങ്ങനെ ഇനി കുറേ നമ്മൾ ഈ മണലാരണ്യങ്ങൾക്ക് മുകളിലൂടെയാണ് പോകുന്നത്. അതുപോലെ എൻ്റെ വേറൊരു തെറ്റിദ്ധാരണയായിരുന്നു മരുഭൂമിയിലൊന്നും വെള്ളം ഉണ്ടാവില്ല, വെള്ളത്തിൻ്റെ ഒരു തുള്ളി പോലും ഉണ്ടാവില്ല എന്ന്. പക്ഷേ ഇത് കണ്ടില്ലേ, അതിൻ്റെ ഇടയ്ക്ക് കൂടി ഇങ്ങനെ ഒരു ചെറിയ തോട് പോലെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് വെള്ളം കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ മരുഭൂമിയിലും വെള്ളമുണ്ട്. അതൊരു അത്ഭുതമായിരുന്നു. കാരണം ഇത്രയും ചൂടത്ത് ഇതൊക്കെ ഇങ്ങനെ വറ്റാതൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പം ഒരുപാട് ട്രാവൽ ചെയ്ത് നമ്മൾ ഈ നമ്മുടെ കുന്നുകളൊക്കെ പോലത്തെ ഒക്കെയാണ് കാണുന്നത്. നമ്മുടെ ഈ ചില സിനിമകളിലൊക്കെ കാണത്തില്ലേ, അതുപോലുള്ള കുറേ മരുഭൂമികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെറിയ ചെറിയ പട്ടണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. ചെറിയ റോഡുകളും ചെറിയ ചെറിയ സിറ്റികൾ, അതായത് അബുദാബി എത്തിയിട്ടില്ല, അബുദാബി സിറ്റി എത്തിയിട്ടില്ല. ബാക്കിയുള്ള അബുദാബിയിലെ ചെറിയ ചെറിയ, അതായത് UAE തന്നെ പല പല എമിറേറ്റ്സുകളുണ്ടല്ലോ. അപ്പം അതിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സിറ്റികളും കാര്യങ്ങളും ഒക്കെയാണ് ഇങ്ങനെ കാണുന്നത്. കുറേ ദൂരം ട്രാവൽ ചെയ്ത്, അതായത് നമ്മൾ ആ ഒരു കടൽ തീരത്തുനിന്ന് കുറേ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാലേ വലിയ സിറ്റികളിലേക്കൊക്കെ എത്തത്തുള്ളൂ. ഇപ്പോൾ അബുദാബിയിലെ തന്നെ ഏതൊക്കെയോ സിറ്റികളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറേ ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് നമ്മുടെ അബുദാബി സിറ്റിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അബുദാബി സിറ്റി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന വലിയ വലിയ കെട്ടിടങ്ങളും ഫ്ലാറ്റുകളും വലിയ റോഡുകൾ അതൊക്കെയല്ലേ വരുന്നത്. അപ്പം അങ്ങനെ നമ്മൾ അങ്ങനെ വലിയ വലിയ കെട്ടിടങ്ങളും കാര്യങ്ങളും ഒക്കെ ചെറുതായിട്ട് ഇങ്ങനെ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി നമ്മൾ അബുദാബിയിലേക്ക് എത്തി. അങ്ങനെ നമ്മൾ അബുദാബി എയർപോർട്ടിൻ്റെ മുകളിലെത്തി. ടേക്ക് ഓഫിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ലാൻഡിങ്ങും അതിൻ്റേതായ ഒരു ശബ്ദത്തിലും എഫക്റ്റിലും ഒക്കെ ആസ്വദിക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സംസാരം തൽക്കാലം വീണ്ടും ഒന്നുകൂടി നിർത്തുന്നു.
just landed, and for your own safety, please remain seated with your seatbelt fastened until the aircraft has come to a complete stop and the seatbelt sign is switched off. On leaving the aircraft, please check around your seat for any personal belongings. Take extra care when opening the overhead storage, as articles may have moved during the flight. We wish you a pleasant stay, and we look forward to seeing you on board Air Arabia again. നമ്മൾ യാതൊരുവിധ കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നുമില്ലാതെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ യാത്ര അബുദാബി എയർപോർട്ടിൽ അവസാനിച്ചിരിക്കുകയാണ്. ഇഷ്ടംപോലെ ഫ്ലൈറ്റുകളും കാര്യങ്ങളും ഒക്കെ ഇവിടെയും കാണാം. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ദൂരെ എവിടെയെങ്കിലും നിർത്തുന്നതെങ്കിൽ ഇവിടുന്ന് നമുക്കും ബസ്സിന്, അതായത് കയറിയതുപോലെ തന്നെ ഇറങ്ങിയിടത്തുനിന്ന് ബസ്സിൽ കയറി നമുക്ക് പോകേണ്ടി വരും. പക്ഷേ നമ്മുടെ ഫ്ലൈറ്റ് അടുത്താണ് നിർത്തുന്നതെന്നാണ് ഏകദേശം ഒരു അനുമാനം. അപ്പം ഞാനവിടെ ബോർഡിംഗ് പാസ് ഒക്കെ എടുത്തിട്ട് തിരുവനന്തപുരത്ത് നിന്ന് കയറുന്ന സമയത്ത് കൊല്ലത്ത് ഉള്ള ഒരു ചേച്ചിയും മോനും കൂടെ എൻ്റെ അടുത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചിയെ പരിചയപ്പെട്ടത് കൊണ്ട് തന്നെ വലിയ കാര്യങ്ങൾ, അതായത് ചെയ്യേണ്ട കാര്യങ്ങൾക്കൊന്നും വലിയ കൺഫ്യൂഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ ചേച്ചി എനിക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ ഹെൽപ്പായിരുന്നു കേട്ടോ. ആ ചേച്ചിയുടെ പേര് ഞാൻ മറന്നുപോയി, കാരണം നമുക്കങ്ങനെ കോമൺ ആയിട്ടുള്ളൊരു നെയിമൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ പേര് മറന്നുപോയി കേട്ടോ. അങ്ങനെ ആ ചേച്ചിയും ഞാനും ആ ചേച്ചിയുടെ കുഞ്ഞുണ്ടായിരുന്നു, കുഞ്ഞും കൂടെയാണ് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങിയത്. ആ ചേച്ചി കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ വലിയ കൺഫ്യൂഷനും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. കൂടെ പോവുക, കാരണം നേരത്തെയും വന്ന് പരിചയം ഉണ്ടായിരുന്നു. ചേച്ചിയുടെ കുഞ്ഞാണ് കേട്ടോ. നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു ബെൽറ്റ് പോലത്തെ സംഭവത്തിലാണ് നമ്മുടെ ലഗേജ് വരേണ്ടത്. നമ്മൾ വന്ന് നോക്കിയപ്പോൾ എയർ അറേബ്യയുടെ ട്രിവാൻഡ്രത്തിൻ്റെ നമ്മുടെ അവിടെ എങ്ങും കാണുന്നില്ല. അപ്പം അങ്ങനെ ചേച്ചി പോയി അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ പോയിരിക്കുകയാണ്. നമ്മൾ അവിടുന്ന് ലഗേജൊക്കെ എടുത്ത് വെളിയിലേക്ക് ഇറങ്ങി. ഒരാളെ ഞാൻ വീഡിയോ എടുക്കാനെ കൊണ്ട് ഏൽപ്പിച്ചതാണ്. അങ്ങോന്ന് വരുന്ന വീഡിയോ എടുത്തിട്ട് അടുത്ത് വന്നപ്പോഴത്തേക്ക് കണ്ട എക്സൈറ്റ്മെൻറ്റിൽ വീഡിയോ എടുക്കുന്ന അങ്ങ് മറന്നുപോയെന്ന് തോന്നുന്നു. പിന്നെ അങ്ങനെ വെളിയിൽ ഇറങ്ങി കേട്ടോ. അങ്ങനെ നീണ്ട 6 മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ കണ്ടുമുട്ടിയിരിക്കുകയാണ് ഗൈസ്. വന്നപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു സെൽഫിയും കാര്യങ്ങളും ഒക്കെ എടുത്തു. അപ്പോൾ അവിടുത്തെ ഒരു ട്രോൾ ഇതേ ഒരു ടൈപ്പാണ് കേട്ടോ. ഇതിലൊന്ന് പ്രസ് ചെയ്ത് താഴോട്ടാക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി, നല്ല സുഖമായിട്ട് പൊക്കോളും. നമ്മുടെ ഉന്തി കൊടുക്കുക, ബലം പ്രയോഗിക്കുകയൊന്നും വേണ്ട കേട്ടോ. ഇതുപോലത്തെ ട്രോളിയൊക്കെ ആയത് തിരുവനന്തപുരത്തെങ്കിൽ ഞാൻ ഉന്തി കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ കാറിൽ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് നമ്മൾ അബുദാബി എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. വലിയ എയർപോർട്ടാണ് കേട്ടോ അബുദാബി എയർപോർട്ട്. ഒത്തിരി ഏരിയ ഉണ്ട്. കുറേ കടന്ന് ചുറ്റിക്കറങ്ങിയാലേ നമുക്ക് ആ ഒരു എയർപോർട്ടിനകത്തുനിന്ന് തന്നെ വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ വന്നിറങ്ങി. അത്യാവശ്യം നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ചൂട് തുടങ്ങുന്ന സമയത്താണ് കേട്ടോ വന്നിറങ്ങിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ആദ്യം ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. തമിഴ്നാട്ടിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ എൻ്റെ വാചകോടിയുടെ ആവശ്യത്തിൽ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിസിറ്റ് വിസയിലാണ് ഇപ്പോൾ UAE വന്നിരിക്കുന്നത്. 2 മാസത്തെ വിസിറ്റ് വിസയിലാണ് വന്നിരിക്കുന്നത്. പിന്നീടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് തീരുമാനിക്കത്തേ ഉള്ളൂ. എക്സ്റ്റെൻഡ് ചെയ്യണോ വേണ്ടായോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് തീരുമാനിക്കത്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്കാണ് വന്നിരിക്കുന്നത്. ചേട്ടൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. അബുദാബിയിലാണ് വന്നിരിക്കുന്നത്. അബുദാബിയിൽ നമ്മൾ താമസിക്കുന്ന സിറ്റിയിലൊന്നുമല്ല, നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു സ്ഥലത്താണ് താമസിക്കാൻ പോകുന്നത്. അതൊക്കെ ഇനിയുള്ള അപ്കമിങ് വ്ലോഗുകളിൽ വരും. അപ്പോൾ വിസിറ്റ് വിസയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത സമയത്ത് നമ്മൾ ഏജൻസി വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കൊണ്ടുവരുന്ന സമയത്ത്, അതായത് നമ്മൾ ഫസ്റ്റ് ടൈം വിസിറ്റ് വിസ എടുത്ത് വരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ എന്തൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ട് വേണം. അതുപോലെ തന്നെ നമ്മുടെ ടിക്കറ്റിൻ്റെ കോപ്പി, മൊബൈലിൽ എത്ര കോപ്പി ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളൊരു കോപ്പി കയ്യിൽ നിർബന്ധമായിട്ട് വെച്ചിരിക്കണം. കാരണം മൊബൈലിൻ്റെയൊക്കെ കാര്യമാണ്. ഇൻ കേസ് നമ്മുടെ ഫോൺ അവിടെ വരും, എന്തെങ്കിലും ഡാമേജ് ആവുമോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടിക്കറ്റ് കാണിക്കാതെ അവർ ഒരു സ്ഥലത്തും നമ്മളെ മുന്നോട്ട് വിടത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ടിക്കറ്റ് എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു കോപ്പി എടുത്ത് ടിക്കറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു ടിക്കറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ വേണ്ടത് നമ്മുടെ ബാങ്ക് ബാലൻസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിരിക്കണം. അതായത് നമുക്കിപ്പോൾ UAE നിർബന്ധമാണ് 5000 ദർഹമാണെന്ന് തോന്നുന്നു നമ്മുടെ അക്കൗണ്ടിൽ കാണിച്ചിരിക്കണം. അതായത് നാട്ടിലെ ഏകദേശം ഒരു 1.5 ലക്ഷം രൂപയ്ക്ക്, 1.5 ലക്ഷത്തിന് താഴെ, 1-1.5 ഇടയ്ക്കാണ്. കറക്റ്റ് എത്ര ആയിരുന്നു ഓർമ്മയില്ല, 1.10 സംതിങ് ആണെന്ന് തോന്നുന്നു. അത്രയും അക്കൗണ്ടിൽ നമുക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടായിരിക്കണം. അതിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ഉണ്ടായിരിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സർവൈവ് ചെയ്യാനുള്ള അക്കൗണ്ടിൽ, അതായത് നമുക്ക് സർവൈവ് ചെയ്യാനുള്ള പൈസ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ട് എന്ന് കാണിക്കുന്ന ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം. നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരിക്കണം. അതിൻ്റെ ഇൻഷുറൻസിൻ്റെ ഉണ്ടായിരിക്കണം. നമ്മുടെ വിസയുടെ ഒരു
നമ്മുടെ വിസ വരുമല്ലോ, വിസയുടെ അതായത് പ്രിന്റ് എടുത്തുകൊണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കയ്യിൽ എപ്പോഴും വച്ചിരിക്കണം. നമ്മൾ ഇവിടെ വന്നിറങ്ങുന്ന സമയത്ത് വലിയ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മൾ നേരെ ഒരു എമിഗ്രേഷൻ കൗണ്ടറിലേക്ക് പോവുക. അവിടെ നമുക്ക് ഇവിടെ അങ്ങനെ വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും എന്നോട് ചോദിച്ചില്ല കേട്ടോ. അവർ നേരെ വന്ന് നമ്മുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. പിന്നെ നമ്മുടെ റെറ്റിന സ്കാൻ ചെയ്യും. അവർ നേരെ വിടുകയാണ് ചെയ്യുന്നത്. വലിയ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. ചിലരോട് ചോദിക്കും, നമ്മുടെ നാട്ടിൽ ചോദിച്ച പോലെ തന്നെ എന്തിനാണ് വന്നത്, എത്ര നാൾ സ്റ്റേ ഉണ്ട്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കത്തുള്ളൂ. നമ്മൾ പേടിക്കുകയും കാര്യങ്ങളൊന്നും വേണ്ട. നമുക്കറിയാവുന്ന ഭാഷയിൽ നമ്മളത് റിപ്ലൈ കൊടുക്കുക, അത്രേ ഉള്ളൂ കാര്യങ്ങൾ. നോർമലി നമുക്കിപ്പോൾ നിലവിൽ 2 മാസത്തെ വിസിറ്റ് വിസ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നീട് നമുക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇവിടെ നിന്നുകൊണ്ട് തന്നെ, അതായത് എക്സിറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് 2 തവണ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാജ്യം വിട്ട്, അതായത് UAE വിട്ട് നമ്മൾ പുറത്ത് പോയിട്ട് നമ്മൾ തിരിച്ചു വരണം. അതാണ് ഒരു മെത്തേഡ്. അത് ഇപ്പോൾ നമുക്ക് മദർ കൺട്രിയിലേക്ക്, അതായത് നമ്മുടെ മദർ കൺട്രിയായ ഇന്ത്യയിലേക്ക് പോയിട്ട് തിരിച്ച് അപ്ലൈ ചെയ്ത് വീണ്ടും 2 മാസത്തെ വിസ എടുത്ത് വരാം. അങ്ങനെ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ തൊട്ടടുത്ത്, അതായത് UAEയുടെ തൊട്ടടുത്ത രാജ്യമായിട്ടുള്ള ഒമാനിലേക്ക് പോകാം. ഒമാനിൽ പോയിട്ട് നമ്മുടെ ഏജൻസിയിലൊക്കെ അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് 1 ഡേ അവിടെ സ്റ്റേ ഉണ്ടായിരിക്കും. 1 ഡേ സ്റ്റേ ചെയ്തതിന് ശേഷം നമുക്ക് വിസ റിന്യൂ ചെയ്ത് തിരിച്ചു വരാൻ പറ്റും. അല്ലാതെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് 2 തവണ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതായത് 60 ഡേയ്സ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഒരു തവണ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് ഏകദേശം 900 ദിർഹം, അതായത് നമ്മുടെ നാട്ടിലെ ഒരു 25,000 രൂപ അടുത്ത് വരുന്നുണ്ട് ഒരു തവണ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വ്ളോഗും കാര്യങ്ങളും ഒക്കെ. നമ്മുടെ വിസിറ്റ് വിസയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെയാണ് എനിക്കറിയാവുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ അടുത്ത വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കൂടുതൽ അബുദാബി വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. നമ്മൾ അബുദാബിയിൽ സിറ്റിയിലൊന്നും അല്ല കേട്ടോ താമസിക്കുന്നത്. നമ്മൾ വളരെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെയാണ് ഇനി കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതുപോലുള്ള കാഴ്ചകളും കാര്യങ്ങളും നമ്മുടെ പുതിയ വിശേഷങ്ങൾ, അതായത് അബുദാബിയിൽ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, ഈ ഒരു ഏരിയ ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടായത് നമ്മൾ സിറ്റിയിലൊന്നുമല്ല, നമ്മളൊരു പ്രത്യേക സ്ഥലമാണ്. ആ സ്ഥലം എന്താണെന്നും കാര്യങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് ഇനിയുള്ള വ്ളോഗുകളിൽ കാണാം. നിങ്ങൾക്ക് ഇതുവരെ അബുദാബിയിലെ സിറ്റികൾ മാത്രമൊക്കെ അല്ല വ്ളോഗുകളും കാര്യങ്ങളിലും ഒക്കെ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ അബുദാബിയിലെ സിറ്റി മാത്രമല്ല വേറെയും നാടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇനി വരുന്ന വ്ളോഗുകളിൽ കാണാം. അപ്പോൾ അതൊക്കെ കാണാൻ താല്പര്യമുള്ളവർ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. കൂടെ ബെല്ലൈക്കൻ കൂടി അമർത്തുക. ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.